5 കോടി ചോദിച്ചു. തൽക്കാലം അഡ്വാൻസ് എന്നുള്ള നിലയിൽ 1 കോടി കയ്യിൽ കൊടുത്തു. മാണിയുടെ സഹധർമ്മിണിയെ വിളിച്ചു വരുത്തി ഇത് വാങ്ങിക്കോ വാങ്ങിക്കോ. അങ്ങനെ വാങ്ങി. അഴിമതിയെ സംബന്ധിച്ച് ഉണ്ടായ വാർത്ത വന്നപ്പോൾ കൊടുത്തയാള് തന്നെ അത് സംബന്ധിച്ച് പറഞ്ഞ വാർത്ത വന്നപ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാണിയെ ന്യായീകരിച്ച മുഖ്യമന്ത്രിക്ക് ഏറ്റവും അനുരൂപനായ ഒരു ആഭ്യന്തരകാര്യമന്ത്രിയായിട്ട് മാറുകയാണ് മിസ്റ്റർ രമേശ് ചെന്നിത്തല ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഈ അഴിമതിക്കാരെ തുറന്നു കാട്ടുന്നതിനും അവർക്ക് അർഹമായ ശിക്ഷ നൽകുന്നതിനും ആവശ്യമായ ശക്തമായ പ്രക്ഷോഭ സമരങ്ങളാണ് ഉയർന്നു വരേണ്ടത്.